ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2 മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ 4th മൊഡ്യൂളിലെ പോർഷൻസ്. ഓക്കെ, അപ്പം അതിൽ മെയിൻ്റനൻസ് എന്ന പോർഷനുണ്ട്, ട്രാക്ക് മെയിൻ്റനൻസ്, പിന്നെ ഐറ്റംസ് ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ്, പാക്കിങ്, ഓവർ ഹൗളിംഗ്, സ്ക്രീനിങ്, ഇങ്ങനെ ഒരു മെയിൻ്റനൻസ് എന്നൊരു പോർഷനുണ്ട്. രണ്ടാമത്തത് റെയിൽവേ ആക്സിഡൻസ്, അവിടെ ഹ്യൂമൻ ആൻഡ് സിസ്റ്റം കോൺട്രിബ്യൂഷൻ ടു കാറ്റസ്ട്രോഫിക് ആക്സിഡൻസ്, ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി. ഓക്കെ, അപ്പം ഈ രണ്ട് പോർഷൻസ് ആണ് 4th മൊഡ്യൂളിലുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് റെയിൽവേ ആക്സിഡൻസ് എന്ന പോർഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം റെയിൽവേ ആക്സിഡൻസ് എന്താണെന്ന് അറിയാലോ അല്ലേ? അപ്പം റെയിൽവേ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പം റെയിൽവേയുടെ സേഫ്റ്റീനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന എന്ത് സിറ്റുവേഷൻ, എന്ത് ഒക്കുറൻസിനെ നമുക്ക് റെയിൽവേ ആക്സിഡൻസിൽ വരാം. അത് റെയിൽവേയുടെ സേഫ്റ്റീനെ എഫക്റ്റ് ചെയ്യും, എൻജിനെ എഫക്റ്റ് ചെയ്യും, റോളിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എൻജിന് ബാക്കിലുള്ള ആ ഒരു വെഹിക്കിളിൻ്റെ ബാക്കി പോർഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒക്കുറൻസ് ആകാം. ട്രാക്കിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം കാരണം, അതിനെ പെർമനൻറ്റ് വേ എന്ന് പറയാമല്ലോ, അതിലുണ്ടാകുന്ന പ്രശ്നം കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസ് ആകാം, ചെയ്യുന്ന വർക്കിലുണ്ടാകുന്നതാകാം, പാസഞ്ചേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം, അത് സെർവൻസിൻ്റെ പ്രശ്നം കാരണം, ഇങ്ങനത്തെ പല കേസസ് കാരണം മൊത്തത്തിൽ റെയിൽവേയുടെ ഒരു സേഫ്റ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒക്കുറൻസിനെ ഒക്കെ നമുക്ക് കോമൺലി റെയിൽവേ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ റെയിൽ ആക്സിഡൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റെയിൽ ആക്സിഡൻസ് കാരണം ഒന്നെങ്കിൽ ഡിലേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, മൊത്തത്തിൽ ആ ഒരു ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനെ ഡിലേ ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ റെയിൽവേക്ക് ലോസസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ലൈഫിന് ലോസസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മൊത്തത്തിൽ പല പല ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ വാട്ടർ ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും റോഡ് ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, ഏതൊക്കെ എടുത്താലും നമ്മൾ ഇൻ്റർനാഷണൽ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ആണെന്നാണ്. പക്ഷേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ, റെയിൽവേ ത്രൂ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നല്ല കൂടുതലായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റെയിൽവേ ആക്സിഡൻസിനെ തന്നെ നമുക്ക് പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡെത്ത് ഓർ ഇഞ്ചുറി ടു പേഴ്സൺസ്, ഡാമേജ് ടു ദി പ്രോപ്പർട്ടി, ഡിറ്റൻഷൻ ഓഫ് ദി ട്രാഫിക്. ഓക്കെ, ഇതിലെ ഡാമേജ് ടു ദി പ്രോപ്പർട്ടി അറിയാലോ, ഒന്നെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് കാരണം ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാക്കിൻ്റെ അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ലോസ്, മൊത്തത്തിൽ ആ ട്രെയിൻ ഉണ്ടാകുന്ന ലോസസ്, അതൊക്കെയാണ് പ്രോപ്പർട്ടി ലോസസിൽ അല്ലെങ്കിൽ ഡാമേജിൽ വരുന്നത്. ബാക്കി രണ്ട് നമുക്ക് നോക്കാം, ഡെത്ത് ഓർ ഇഞ്ചുറി ടു പേഴ്സൺസും ഡിറ്റൻഷൻ ഓഫ് ട്രാഫിക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഡെത്ത് ഓർ ഇഞ്ചുറി ടു പേഴ്സൺസ്. ഓക്കെ, അപ്പം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഏറ്റവും വലിയൊരു എഫക്റ്റ് എന്താണ്? ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഏറ്റവും മാക്സിമം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ജീവന് നഷ്ടം ഉണ്ടാകുന്ന, അല്ലേ, ലോസ് ഓഫ് ലൈഫാണ് ഏറ്റവും സീരിയസ് ആയിട്ട് ഒരു ആക്സിഡൻറ്റ് കാരണം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. അതാണ് ഡെത്തിൽ വരുന്നത്. ഇനി പിന്നീട് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെയാണ്. ഓക്കെ, അപ്പം കോസസ് ഓഫ് ഇഞ്ചുറി അറൈസിങ് ഡ്യൂ ടു ട്രെയിൻ ആക്സിഡൻറ്റിനെ നമുക്ക് റെയിൽവേ പറഞ്ഞിട്ട് നമ്മളൊരു 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതോരോന്ന് നോക്കാം. ഓക്കെ, ഒന്ന് സീരിയസ് ഇഞ്ചുറി. ഓക്കെ, അപ്പോൾ സീരിയസ് ഇഞ്ചുറി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓക്കെ, നമുക്ക് അത് വായിക്കാം. വെൻ ഇഞ്ചേർഡ് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു റെസ്യൂം ഹിസ് നോർമൽ ഒക്യുപ്പേഷൻ ഫോർ എ പീരിയഡ് ഓഫ് 20 days. ഓക്കെ, അപ്പം ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സണിന് 20 ദിവസം വരെ ആൾക്കാർ നോർമൽ ഒരു ലൈഫിലോട്ട് തിരിച്ചു വരാൻ, റെസ്യൂം ആകാൻ പറ്റാത്ത ഒരു അവസ്ഥേനെയാണ് സീരിയസ് ഇഞ്ചുറി എന്ന് പറയുന്നത്. മൈനർ ഇഞ്ചുറി എന്ന് പറയുമ്പം 2 to 19 days അയാൾക്ക് ആ ഒരു പഴയ ഒരവസ്ഥയിലോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ അതിനെ മൈനർ ഇഞ്ചുറി എന്ന് പറയും. ഇനി അതല്ല, വിത്തിൻ 2 days ആൾക്ക് നോർമൽ ലൈഫിലോട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റും. അങ്ങനത്തെ ഇഞ്ചുറീനെ അല്ലെങ്കിൽ ഇഞ്ചേർഡ് പേഴ്സൺസിനെ നമ്മൾ ട്രിവിയൽ ഇഞ്ചുറി എന്ന് പറയും. ഓക്കെ, അപ്പം സീരിയസ് ഉണ്ട്, മൈനർ ഉണ്ട്, ട്രിവിയൽ ഉണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കണേ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഇഞ്ചുറീസിനെ റെയിൽവേ ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റെയിൽവേയിലുള്ള മെഡിക്കൽ ഒഫീഷ്യൽസ് ആണ് ഇങ്ങനെ ട്രെയിൻ ആക്സിഡൻസ് കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെ 3 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡിറ്റൻഷൻ ഓഫ് ദി ട്രാഫിക്.
ഓക്കെ, അതെന്താന്ന് നോക്കാം. ഇൻ്ററപ്ഷൻ ടു ആൻ ഇമ്പോർട്ടൻറ്റ് ത്രൂ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈക്ലി ടു ലാസ്റ്റ് 24 hours ഓർ മോർ ഇസ് കൺസിഡേർഡ് as സീരിയസ് ഡിറ്റൻഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേ റെയിൽവേ ട്രാക്കിലായിരിക്കും ഈ ആക്സിഡൻറ്റ് വന്ന് ട്രെയിനൊക്കെ മറിഞ്ഞും അല്ലെങ്കിൽ ട്രെയിനിൽ വലിയ ഡാമേജ് ഒക്കെ ഉണ്ടായി കിടക്കുന്നത്. അപ്പം എന്താണ് ആ റെയിൽവേ ലൈനിൽ കൂടെ ഉള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ഇൻറ്ററപ്റ്റ് ആയി, അല്ലെ വേറെ ട്രെയിനൊന്നും മൂവ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അത് 24 hour തൊട്ട് അങ്ങോട്ട് കൂടുതലായിട്ടും ഈ ഒരു ഇൻറ്ററപ്ഷൻ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മൊത്തത്തിൽ ആ ഒരു ഡിലേ ഉണ്ടാകുന്ന ആ ഒരു ട്രാഫിക്കിനെ ഡിറ്റൻഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ഡിറ്റൻഷൻ ഓഫ് ട്രാഫിക് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ആ ഒരു ട്രാഫിക്കിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു 24 hours കൂടുതൽ ഇങ്ങനെ ആ ഒരു ട്രാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ സീരിയസ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് വേരിയസ് കോസസ് ഓഫ് റെയിൽവേ ആക്സിഡൻസ്, അതിൻ്റെ പല കാറ്റഗറൈസേഷൻ. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്സിഡൻസ്. ഓക്കെ, അപ്പം റെയിൽവേ ബോർഡ് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടനുസരിച്ച് ആക്സിഡൻസിനെ പല ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടേബിളാണ് കാണാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ ക്ലാസ് ഓഫ് ആക്സിഡൻസ് എന്ന കോളമാണ്, പിന്നെ സബ് ക്ലാസ്സസ്, പിന്നെ പർട്ടിക്കുലേഴ്സ് അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മൊത്തത്തിൽ ക്ലാസ് എ തൊട്ട് ക്ലാസ് പി വരെ ഉണ്ട്. പി. ഓക്കെ, അപ്പം ഓരോന്നിലും ഓരോ സബ് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്, പിന്നെ ഓരോന്നും ഡിനോട്ട് ചെയ്യുന്ന എന്ത് ടൈപ്പ് ഓഫ് ആക്സിഡന്റ് ആണെന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് എയിൽ വരുന്നത് ഈ കൊളീഷൻസ് ഒക്കെ അല്ലേ, അത് കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പം അതിലെ സബ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് ബേസ്ഡ് ഓൺ സർക്കംസ്റ്റൻസസ് ഓഫ് കൊളീഷൻ, ഡിഗ്രി ഓഫ് ലോസസ് സച്ച് ആസ് ഹ്യൂമൻ ലൈഫ്, ഇഞ്ചുറി, പ്രോപ്പർട്ടി ഡാമേജ് ആൻഡ് ഇൻറ്ററപ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം ഈ പറഞ്ഞതല്ല ഈ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കൊളീഷൻ എന്ന മെയിൻ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ സബ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് അത് കാരണം ഉണ്ടാകുന്ന സർക്കംസ്റ്റൻസസ്, ആ ഒരു കൊളീഷൻ കാരണം ഉണ്ടാകുന്ന ലോസസ്, അത് ഹ്യൂമൻ ആകാം, പിന്നെന്താ പ്രോപ്പർട്ടി ലോസ് ആകാം, ഇഞ്ചുറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആകും. അപ്പം ആ ഒരു എ എന്നുള്ളത് A1, A2, A3, A5 വരെ ഉണ്ട് സബ് ക്ലാസിഫിക്കേഷൻസ്. ഇനി ബി എന്ന മെയിൻ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് ഡീറെയിൽമെന്റ്, അത് കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസ് എന്ന് വെച്ചാൽ പാലം തെന്നി അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡൻസ് ഉണ്ടല്ലോ, അതിനെ തന്നെ B1 തൊട്ട് B5 വരെ നമുക്ക് സബായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലും വരുന്നത് ഡീറെയിൽമെന്റിന്, ആ ഒരു ട്രെയിൻ ഡീറെയിൽമെന്റ് ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള സർക്കംസ്റ്റൻസസ് എന്തൊക്കെയാണ്, അത് കാരണം ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് ലോസസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ലൈഫിനും ഇഞ്ചുറി, പ്രോപ്പർട്ടി ഡാമേജ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഇൻറ്ററപ്ഷൻ, ഇതെല്ലാം ഇതിൽ വരും. അപ്പം ഇതും B1 തൊട്ട് B5 വരെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി അടുത്തത് സി എന്ന മെയിൻ ക്ലാസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവേർട്ടഡ് കൊളീഷൻസ്. അവേർട്ടഡ് എന്ന ടേം എന്ന് വെച്ചാൽ ടേൺ ചെയ്തു പോവുക. അപ്പം ഈ ഷാർപ്പായിട്ടല്ല അങ്ങനത്തെ ഒരു ടേണിങ് സമയത്തുണ്ടാകുന്ന കൊളീഷൻസ് ഒന്നുകിൽ ട്രെയിനുകൾ തമ്മിലാകാം, അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനിൽ പോയി ഇടിക്കുന്നതാകാം. ഓക്കെ, ആ ഒരു ക്ലാസിഫിക്കേഷനാണ് സി എന്ന മെയിൻ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുമ്പം കൊളീഷൻ ഓഫ് എ ട്രെയിൻ വിത്ത് അനദർ ട്രെയിൻ, എഗനിസ്റ്റ് ഒബ്സ്ട്രക്ഷൻ ഓർ വെഹിക്കിൾ അണ്ടർ വേരിയിങ് കണ്ടീഷൻ. പല കണ്ടീഷൻസിൽ വെച്ച് നമുക്ക് ഈ ഒരു സബ് ക്ലാസിഫിക് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു അവേർട്ടഡ് ക്ലാസിഫിക്കേഷൻസ് കൊളീഷൻസിനെ. ഇത് C1 തൊട്ട് C4 വരെ നമുക്ക് സബായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അത് ഡി എന്ന മെയിൻ ക്ലാസ്സിൽ വരുന്നത് ട്രെയിൻ പാസിംഗ് സിഗ്നൽ അറ്റ് ഡേഞ്ചർ, എന്ന് വെച്ചാൽ ഡേഞ്ചർ അല്ലെങ്കിൽ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച ഒരു സിഗ്നൽ ഉണ്ട്, പക്ഷെ അത് ശ്രദ്ധിക്കാതെ അങ്ങനെ ആ ഒരു സിഗ്നലെ പാസ് ചെയ്ത് പോയാൽ ഉണ്ടാകുന്ന ആക്സിഡൻസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് D1, D2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ എ ട്രെയിൻ പാസിംഗ് സ്റ്റോപ്പ് സിഗ്നൽ വിത്തൗട്ട് പ്രോപ്പർ അതോറിറ്റി വിത്തൗട്ട് പാസഞ്ചർ. ആ ട്രെയിനിൽ പാസഞ്ചർ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ട്. എനിവേ അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡൻസിനെയാണ് ഡി ക്ലാസ്സിൽ വരുന്നത്. അടുത്ത ഇയിൽ വരുന്നത് ബ്രീച്ച് ഓഫ് ബ്ലോക്ക് റൂൾസ്. ഓക്കെ, അപ്പം റൂൾസ് ഉണ്ടല്ലോ, ബ്ലോക്സ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ പഠിച്ചായിരുന്നു. റെയിൽവേ മൊത്തത്തിലുള്ള സെക്ഷൻ നമ്മൾ പല പല ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ബ്ലോക്കിന് ഇന്ന റൂൾസ് ഉണ്ടല്ലോ, ആ റൂൾസിനെ ശ്രദ്ധിക്കാതെ മീൻസ് അത് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നതിനാണ് ബ്രീച്ച് എന്ന് വെച്ചാൽ ബ്രേക്ക് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം റൂൾസിനെ ബ്രേക്ക് ചെയ്യുക, അത് കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസ്, ഓരോ ബ്ലോക്കിലുള്ള ഓരോരോ റൂൾസ്. ഓക്കെ, അതിനെ നമുക്ക് E1 തൊട്ട് E4 വരെ ഡിവൈഡ് ചെയ്യാം. അതിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ അതോറിറ്റി ഓർ റിസീവിങ് എ ട്രെയിൻ ഓൺ എ റോങ് ലൈൻ, എ ക്യാച്ച് സൈഡിങ് ഓർ എ സാൻഡ് ഹംപ്. ഓക്കെ, അപ്പം നമ്മൾ
പോകേണ്ട ഒരു ട്രാക്കുണ്ട്, ആ ട്രാക്കിൽ നിന്ന് റോങ് ലൈനിലോട്ട് പോകുന്നത് കാരണം, അല്ലെങ്കിൽ ആ റൂളിന് അഗനിസ്റ്റ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സൈഡിങ് അല്ലെങ്കിൽ ബ്രാഞ്ച് ലൈനിലോട്ട് പോകുന്നത്, മണ്ണ് കൂട്ടിയിട്ട് സ്ഥലത്തോട്ട് പോയി ഇടിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇ എന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതും E1 E2 E3 E4 വരെ ഉണ്ട്. പിന്നെ എഫിൽ വരുന്നത് ഫയർ ഇൻ ട്രെയിൻ. ഓക്കെ, ഫയർ ഉണ്ടായിട്ട് ഉണ്ടാകുന്ന ആക്സിഡൻസ്. അതിലെന്താന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ഫയർ ഇൻ ട്രെയിൻ വിത്ത് ഓർ വിത്തൗട്ട് പാസഞ്ചേഴ്സ് ഇൻ റെയിൽവേ പ്രിമിസസ് ഓർ ഇൻ റെയിൽവേ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ബ്രിഡ്ജ്, വയാഡക്ട് എക്സെട്ര. അപ്പം ഈ ഫയർ എന്ന് പറയുമ്പം ട്രെയിനിൽ ഉണ്ടാകുന്നതാകാം, അതിൽ പാസഞ്ചേഴ്സ് ഉള്ളതോ ഇല്ലാത്തോ ട്രെയിൻസ് ആകാം, പിന്നെ റെയിൽവേയുടെ ആ ഒരു ചുറ്റുപാടും ഉണ്ടാകുന്ന ഫയർ ആകാം, അല്ലെങ്കിൽ റെയിൽവേ സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ബ്രിഡ്ജസ്, വയാഡക്ട്, ഇതിവിടെയൊക്കെ ഉണ്ടാകുന്ന ഫയർ കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസും ഈ ഒരു എഫ് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. അതും F1 2 3 4 വരെ ഉണ്ട്. ഓക്കെ, അടുത്ത ജിയിൽ വരുന്നത് ട്രെയിൻ റണ്ണിങ് ഇൻ ടു റോഡ് ട്രാഫിക് അറ്റ് ലെവൽ ക്രോസിങ്സ്. ഓക്കെ, ലെവൽ ക്രോസിങ്സ് അറിയാലോ, നമ്മൾ റോഡും റെയിലും പോകുന്നിടത്ത് മറ്റേ ഇങ്ങനെ ക്രോസിങ് അടച്ചിടുന്നുണ്ടല്ലോ, ട്രെയിൻ പോയാലല്ലേ തുറക്കത്തുള്ളൂ, അതിനാണല്ലോ ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ആക്സിഡൻസ് അതെന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഇങ്ങനെ റോഡിന്റെ ട്രാഫിക്കിലോട്ട് ഇങ്ങനെ കയറി വരുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ അവിടെ കിടക്കുന്ന കാറിനെയൊക്കെ പിടിച്ച് അങ്ങനെ ആക്സിഡന്റ് ഉണ്ടാകാമല്ലോ. അതാണ് ജി ക്ലാസിഫിക്കേഷൻ വരുന്നത്. G1 2 3 4 വരെ ഉണ്ട്. ഇതിൽ പറയുന്നത് ബേസ്ഡ് ഓൺ എ ട്രെയിൻ ലോഡഡ് ഓർ അൺലോഡഡ് ആൻഡ് ഷണ്ടിങ് എഞ്ചിൻ വിത്ത് ഓർ വിത്തൗട്ട് വെഹിക്കിൾസ് റണ്ണിങ് ഇൻ ടു റോഡ് ട്രാഫിക് അറ്റ് ലെവൽ ക്രോസിംഗ്. ലെവൽ ക്രോസിംഗ് ആകുമ്പോഴേക്കും ഈ ട്രെയിൻ പാസഞ്ചർ ഉള്ളതോ ഇല്ലാത്തോ, അല്ലെങ്കിൽ എഞ്ചിൻ മാത്രമാണെങ്കിലും ആ എഞ്ചിൻ ഈ റോഡിലോട്ട് കയറി വരുന്നത്, അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡൻസ്. ഓക്കെ, ഇനി എച്ചിൽ വരുന്നത് ഫെയിലിയർ ഓഫ് എഞ്ചിൻ ആൻഡ് റോളിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ട്രെയിനിന്റെ എഞ്ചിൻ ലോഡഡ് ആകാം, അൺലോഡഡ് ആയിട്ടുള്ള ട്രെയിൻ ആകാം, അതിലുണ്ടാകുന്ന ഫെയിലിയർ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി ആ എഞ്ചിനകത്ത് ഉണ്ടാകുന്ന ഫെയിലിയർ, അല്ലെങ്കിൽ ആ ഒരു റോളിംഗ് സ്റ്റോക്കിൽ പല കണ്ടീഷൻസ് കാരണം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഫെയിലിയർ ഉണ്ടല്ലോ, അത് കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസ്. അതാണ് എച്ച്. അത് H1 തൊട്ട് H6 വരെ അതിന് സബായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ജെയിൽ പറയുന്നത് ഫെയിലിയർ ഓഫ് പെർമനന്റ് വേ, അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്കിൽ ഉണ്ടാകുന്ന ഫെയിലിയർ കാരണം ഉണ്ടാകുന്ന ആക്സിഡന്റ്. അത് J1 2 3 വരെ ഉണ്ട്. അത് സബ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഫെയിലിയർ ഓഫ് പെർമനന്റ് വേ ഡ്യൂ ടു ട്രാക്ക് കമ്പോണൻസ്, റെയിൽവേ സ്ട്രക്ചേഴ്സ്, ഫ്ലഡ്, ബ്രീച്ചസ്, ലാൻഡ് സ്ലൈഡ്, ഇതെല്ലാം കാരണം റെയിൽവേ ട്രാക്കിനുണ്ടാകുന്ന ഫെയിലിയറിനെയാണ് ജെ എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അടുത്ത കെയിൽ വരുന്നത് ട്രെയിൻ വ്രക്കിംഗ്. വ്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡാമേജ് ടു ദി ട്രെയിൻ എന്നാണ്. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ നമ്മൾ ട്രാക്കിൽ കൂടെ ലോഡഡ് ആയിട്ടുള്ള ട്രെയിൻ പോകുന്ന ഇടയ്ക്ക് അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ അത് ട്രെയിൻ പാസഞ്ചർ ഉള്ളതാകാം ഇല്ലാത്തതാകാം, അങ്ങനത്തെ കേസിൽ ട്രെയിനിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ് കെ എന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് 1 2 3 സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി എല്ലിൽ വരുന്നത് അതർ ട്രെയിൻ ആൻഡ് ട്രോളി ആക്സിഡൻസ്. അപ്പോൾ അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റ് ക്രോസിംഗ് ഒക്കെ ഇല്ലേ, അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം ട്രെയിൻ കൺട്രോൾ ഇല്ലാതെ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കുന്നത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആക്സിഡൻസ് ഇല്ലേ, അതാണ് എല്ലിൽ വരുന്നത്. നോക്കിയേ, ബേസ്ഡ് ഓൺ ആക്സിഡന്റ് ഇൻവോൾവിംഗ് എലമെന്റ്സ് സച്ച് എസ് ലോഡഡ് ട്രെയിൻ, അൺലോഡഡ് ട്രെയിൻ, പോർഷൻ ഓഫ് ട്രെയിൻ, ട്രോളീസ്, ലോറീസ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻസ്, ട്രെയിൻ ബീങ് ഔട്ട് ഓഫ് കൺട്രോൾ ഓർ ഡിഫക്റ്റ് ഇൻ പോയിന്റ്സ്. അപ്പം പോയിന്റ്സിലുണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം, അല്ലെങ്കിൽ ട്രെയിൻ കൺട്രോൾ ഇല്ലാതെ മാറി പോയി ഇടിച്ച് നിൽക്കുന്നത്, ഒബ്സ്ട്രക്ഷനിലൊക്കെ പോയി ഇടിക്കുന്നതൊക്കെയാണ് എൽ എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അത് L1 തൊട്ട് L6 വരെ ഉണ്ട്. അടുത്തത് എമ്മിൽ വരുന്നത് കാഷ്വാലിറ്റീസ്. അത് എന്താണെന്ന് വെച്ചാൽ സബ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കാഷ്വാലിറ്റീസ് ഓഫ് പേഴ്സൺസ് or cattle resulting in loss of life or injuries either by falling out of train or knocked down by the train. ഓക്കെ, അതിൽ എം എന്ന ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഈ ആക്സിഡന്റ് കാരണം ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസ് അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നെങ്കിൽ ആൾക്കാരെ പിടിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ ഈ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുന്നവർ കാണും, അല്ലെങ്കിൽ നോക്കായപ്പോൾ ആ ട്രെയിൻ ഇടിച്ച് മരിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നവർ കാണും. അത് മനുഷ്യരാകാം, ആ കാറ്റിൽസ് ആകും, ഈ പശു അങ്ങനത്തെ സാധനം അതൊക്കെ ഇല്ലേ, അപ്പോൾ അതിനെയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കാഷ്വാലിറ്റീസ് വെച്ചിട്ട് നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാം. അതിന് M1 തൊട്ട് M4 വരെ നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി എന്നിൽ പറയുന്നത് അൺയൂഷ്വൽ ഇൻസിഡൻസ്. അൺയൂഷ്വൽ ഇൻസിഡൻസ് എന്ന് വെച്ചാൽ നമുക്ക്
ട്രെയിനുള്ളിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ട് ഡെത്ത് ഉണ്ടാകുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹേർട്ട് ആർക്കെങ്കിലും ഉണ്ടാകുകയും മർഡർ, സൂയിസൈഡ്, റോബറി, തെഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രെയിനുള്ളിലും അല്ലെങ്കിൽ ആ റെയിൽവേ പ്രിമിസസിനുള്ളിലൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനത്തെ അൺയൂഷ്വൽ ഇൻസിഡൻസ് ഒക്കെ എൻ എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അത് N1, 2, 3 വരെ ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് P എന്ന് പറയുന്നത് മിസ്ലേനിയസ്. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ ആക്സിഡൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആക്സിഡൻസ് ഉണ്ടായാൽ അത് ഈ മിസ്ലേനിയസ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ആക്സിഡൻറ്റ് ബൈ റെയിൽവേ ബോർഡ്. ഓക്കെ, അപ്പം ഇത് A തൊട്ട് P വരെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. എയിൽ ഇന്നതാണ് വരുന്നത്, ബിയിൽ ഇന്ന ക്ലാസിഫിക്കേഷൻ ആണ് എന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു പർട്ടിക്കുലേഴ്സ് ഇല്ലേ, തേർഡ് കോളം. എമ്മിൽ കാഷ്വാലിറ്റീസ് ആണ്, അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കണം. അങ്ങനത്തെ ഒരു 3-4 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനേ ഉള്ളൂ. പിന്നെ മറ്റേ 1, 2, 3 സബ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കറക്റ്റ് നമ്പർ ഓർമ്മ വരാൻ പാടായിരിക്കും. പക്ഷെ ഇത്രയും പഠിച്ചു വെക്കുക, ഇൻ കേസ് ചോദിച്ചാൽ എഴുതാലോ. ഓക്കെ, അടുത്തത് കോസസ് ഓഫ് ആക്സിഡൻറ്റ്സ് ആൻഡ് ദിയർ പ്രിവെൻഷൻ. ഓക്കെ, അപ്പം ആക്സിഡൻസ് ഇന്ത്യൻ റെയിൽവേയിൽ ഈ ആക്സിഡൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒക്കുറൻസിനെ നമുക്ക് ഫോളോയിങ് ഇനി പറയാൻ പോകുന്ന ബ്രോഡ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫെയിലിയർ ഓഫ് ഹ്യൂമൻ എലമെൻറ്റ്സ് കാരണം. ഓക്കെ, രണ്ടാമത്തത് നാച്ചുറൽ കോസസ് കാരണം. മൂന്നാമത്തത് ഡിഫക്റ്റീവ് മെയിൻ്റെനൻസ് ഓർ ഇക്വിപ്മെൻറ്റ്സ് കാരണം. ഫോർത്ത് വൺ, അറ്റംപ്റ്റഡ് ട്രെയിൻ wrecking ഓർ സബോട്ടേജ്. അഞ്ചാമത്തത് ലെവൽ ക്രോസിംഗിൽ ഉണ്ടാകുന്ന ആക്സിഡൻസ്. ആറാമത്തത് മിസ്ലേനിയസ് കോസസ്. ഓക്കെ, അതിലെ ഫെയിലിയർ ഓഫ് ഹ്യൂമൻ എലമെന്റ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പം ഹ്യൂമൻ എലമെന്റ്സ് എന്ന് വെച്ചാൽ മനുഷ്യരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അല്ലേ, അത് കാരണം ഉണ്ടാകുന്ന ഫെയിലിയർ. അതെന്താന്ന് വെച്ചാൽ ഈ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, ആൾക്കാർ അവരിങ്ങനെ എക്സസീവ് സ്പീഡിൽ റൺ ആയി കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ആ ഒരു സെക്ഷൻ ലൈനിൽ കൂടെ ആകാം, അല്ലെങ്കിൽ ഈ ടേൺ ഔട്ട് വരുന്നിടത്താകാം, അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക് സിഗ്നൽ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻസ് വരും. അല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് സിഗ്നൽ ശ്രദ്ധിക്കാതെ, ഡേഞ്ചർ സിഗ്നൽ ശ്രദ്ധിക്കാതെ അത് പാസ് ചെയ്താൽ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവും. ഇനി അതല്ല, ഒരു സ്റ്റേഷൻ അവിടെ ഒക്യുപ്പൈഡ് ആണത്, അവിടെ വേറെ ട്രെയിൻ ഉണ്ട്, അത് നമ്മൾ നോക്കാതെ നമ്മൾ ആ ഒരു സ്റ്റേഷനോട് കയറി ചെന്നാൽ എന്താണ്, മറ്റേ കിടക്കുന്ന ട്രെയിനെ പോയി ഇടിക്കും അല്ലേ, അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്. ഇനി അതല്ല, ഒരു ബ്ലോക്ക് സ്റ്റേഷൻ, ബ്ലോക്ക് സ്റ്റേഷനിൽ അത് ഒക്യുപ്പൈഡ് ആണ്, പക്ഷെ നമ്മുടെ ട്രെയിന് പുറത്തോട്ട് എടുത്ത് നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ട് അത് ആ ഒരു ബ്ലോക്ക് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കിടക്കുന്ന വണ്ടീനെ പോയി ഇടിക്കും. അങ്ങനെ ഉണ്ടായിരുന്ന ആക്സിഡൻസ്. പിന്നെ ബ്ലോക്ക് സെക്ഷനിൽ ഒക്യുപ്പൈഡ് ആയിരിക്കും, അവിടെയും അങ്ങോട്ടും വേറൊരു ട്രെയിൻ അങ്ങോട്ട് കയറി വന്നാൽ, എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ട്രെയിൻ ആ ബ്ലോക്ക് സെക്ഷനിലുള്ള ട്രെയിനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫെയിലിയർ ഓഫ് ഹ്യൂമൻ എലമെന്റ്സ് ആണ്. ഇതെല്ലാം ഒരു ഡ്രൈവർ അല്ലെങ്കിൽ സിഗ്നൽസ് കാണിക്കേണ്ടവർ കറക്റ്റായിട്ട് കാണിക്കാത്തത് കൊണ്ട് ഇങ്ങനെ പല കേസസ് കൊണ്ടും ഹ്യൂമൻ എലമെന്റ്സ് കാരണം ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് നാച്ചുറൽ കോസസിൽ വരുന്നത് ഫ്ലഡ് കാരണം ആ റെയിൽവേ ട്രാക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡീറെയിൽമെന്റ് ഒക്കെ നടന്ന് അങ്ങനെ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന ഒരു സ്ലിപ്പിംഗ് ഒരു അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻസ്. പിന്നെ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഈ റോക്കൊക്കെ ഉരുണ്ട് വീണ് അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡൻസ്. ഓക്കെ, ഇനി അടുത്തത് ഡിഫക്റ്റീവ് മെയിൻ്റെനൻസ് ഓർ ഇക്വിപ്മെന്റിൽ വരുന്നത് നമ്മുടെ ട്രാക്കൊക്കെ ഉണ്ടല്ലോ, ട്രാക്ക്, ബ്രിഡ്ജസ്, പിന്നെ ഫോർമേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ സബ്ഗ്രേഡ് ഇല്ലേ, നമ്മൾ സ്ലീപ്പർ ഇരിക്കുന്നതിന് താഴെയുള്ള മണ്ണ് പോലെ കിട്ടിയിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ സിഗ്നലിംഗ് ഇക്വിപ്മെന്റിലൊക്കെ ഉണ്ടാകുന്ന ഫെയിലിയർ, ഇതെല്ലാം കാരണം ആക്സിഡൻസ് ഉണ്ടാകും. ഇനി അതല്ല, നമ്മുടെ എൻജിൻ, ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ റോളിംഗ് സ്റ്റോക്ക്, ബാക്കിയുള്ള അങ്ങോട്ടുള്ള എൻജിൻ കഴിഞ്ഞിട്ടുള്ള പോർഷൻ, അവിടെയൊക്കെ ഉണ്ടാകുന്ന ഫെയിലിയർ കാരണം. അപ്പം അത് ഒന്നെങ്കിൽ ഈ ആക്സിൽ ഉണ്ടല്ലോ, വീലിൻ്റെ അവിടെ ആക്സിൽ, അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആകാം. ഡ്രോ ഗിയർ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, 2 ബോഗീസ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്നിടത്തൊരു പോർഷൻ ഉണ്ട്, നിങ്ങൾ ഡ്രോ ഗിയർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് കാണാൻ പറ്റും. ആ ഒരു പോർഷൻ, അതാണ് ഈ ഒരു കംപ്രഷൻ ടെൻഷനൊക്കെ എടുക്കുന്നത് ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാൽ ആക്സിഡൻറ്റ് ഉണ്ടാകും. ബ്രേക്ക് പിടിക്കുന്നതിനുള്ള ഗിയർ. പിന്നെ അങ്ങനത്തെ എന്ത് പാർട്സും, ഈ എൻജിൻ്റെ എന്ത് പാർട്സിനെയും അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ റോളിംഗ് സ്റ്റോക്കിന് എന്ത് പാർട്ടിനും ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം അവിടെ ഫെയിലിയർ ഉണ്ടാകാം. ഓക്കെ, ബാക്കി ട്രെയിൻ wrecking കാരണം അല്ലെങ്കിൽ സബോട്ടേജ് എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഡാമേജ്,
അവിടെയുള്ള വർക്കേഴ്സൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്ന കണക്കിന് അവർ ആ ഒരു ട്രെയിനിനെ പോയി ഡാമേജ് അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്കിനെ പോയി ഡാമേജ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ട്രെയിൻ അതുവഴി പോയാൽ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകും. പിന്നെ ലെവൽ ക്രോസിങ്സിൻ്റെ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇതൊന്നും അല്ലാത്ത കോഴ്സസാണ് മിസ്ലേനിയസ് കോഴ്സസിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ സിലബസിൽ ഏറ്റവും മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഹ്യൂമൻ എലമെൻറ്റ്സ്, ഹ്യൂമൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെങ്ങനെ ഞങ്ങൾക്ക് റെമഡീസ് പറയാം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ എലമെൻറ്റ്സിനായിരിക്കും. ഓക്കെ, അപ്പം ഫെയിലിയർ ഓഫ് ഹ്യൂമൻ എലമെൻറ്റ്സ് അത് കാരണം എങ്ങനെയാണ് അതിന് കോസസ്, അതിന് റെമഡീസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം മെജോറിറ്റി ഓഫ് ആക്സിഡൻസ് ഉണ്ടാകുന്നത് ഹ്യൂമൻ എലമെൻറ്റ്സിന് ഫെയിലിയർ കാരണമാണ്. ഓക്കെ, അപ്പം അത് ഒന്നെങ്കിൽ നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് അതിന് ഉണ്ടാകുന്ന എറർ കാരണമാകും. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സിഗ്നൽസ് കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ ഗ്രീൻ കാണിച്ചാലേ പോകാൻ പാടുള്ളൂ, പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ, റെഡ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം, അത് ശ്രദ്ധിക്കാതെ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് കാരണം ഉണ്ടാകുന്ന ഫെയിലിയർ ഉണ്ടാകും. ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാതെ മറന്നുപോയിട്ട് ഡ്രൗസിനെസ്, ഇങ്ങനെ വയ്യാതെ വന്നിട്ട് അങ്ങനെ ഒരു കേസ്. ആബ്സെൻറ്റ് മൈൻഡഡ് ആണെങ്കിൽ ഫറ്റീഗ്, ഓവർ വർക്ക് ചെയ്തിട്ട് ആൾ ക്ഷീണിച്ചെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ഒരാൾക്കാണെങ്കിലും അവിടെ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം, ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെർവസ് ബ്രേക്ക് ഡൗൺ, നെഗ്ലിജൻസ്, ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാർ, ഇതെല്ലാം കാരണമാണ്. ഇതൊക്കെയാണ് റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ എറർ ഓഫ് ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇറ്റ് മേ ബി സച്ച് ആസ് റോങ് സിഗ്നലിംഗ് കൊടുത്തത് കറക്റ്റായിട്ട് ആകില്ലായിരിക്കും, അല്ലെങ്കിൽ സിഗ്നൽ റീഡ് ചെയ്തത് തെറ്റായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ ഉള്ളത് സെറ്റ് ചെയ്തത് കറക്റ്റായിട്ടായില്ലെങ്കിൽ, ബ്ലോക്ക് സെക്ഷനും ബിയോണ്ട് ആയിട്ട് ട്രെയിൻ മൂവ് ചെയ്താൽ, അത് അതോറിറ്റി പറഞ്ഞിട്ടല്ലാതെ മൂവ് ചെയ്താൽ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആക്സിഡൻസ്. പിന്നെ ഡേഞ്ചർ പൊസിഷൻ ഉണ്ടല്ലോ, അതൊന്നും ശ്രദ്ധിക്കാതെ ട്രെയിൻ ആ സ്റ്റോപ്പ് സിഗ്നലും കഴിഞ്ഞിങ്ങനെ പോകുന്നത്, ഇതെല്ലാം കാരണം ആക്സിഡന്റ് ഉണ്ടാകും. ഇതെല്ലാം എറർ ഓഫ് ജഡ്ജ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, ഇനിയും അതല്ല, അടുത്തത് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അവിടെ ഹാബിറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ, പേഴ്സണൽ ആയിട്ടുള്ള ഹാബിറ്റ്സ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇമ്പാക്റ്റ് ഓഫ് എൻവയൺമെന്റ്. അതെന്താന്ന് വെച്ചാൽ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സ്മോക്കിങ്, ഡ്രിങ്കിങ്, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ. അപ്പം ഇങ്ങനെ ഈ സ്മോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് വരുന്ന ഒരാൾ, ഡ്രൈവർ, ആൾ ആ ട്രെയിൻ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ മീൻസ് അത് ഓടിച്ചാൽ എന്താണ്, അത് ആക്സിഡന്റ് ഉണ്ടാകാനായിരിക്കും ചാൻസ് കൂടുതലും. കാര്യം ആളുടെ അത്രയും വീക്കായിരിക്കും അത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ മോഡേൺ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഈ കൺജസ്റ്റഡ് കോളനീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഭയങ്കര നോയ്സി, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അല്ലെങ്കിൽ റെയിൽവേ യാർഡിൻ്റെ ഒക്കെ അടുത്തുള്ളവർ. അപ്പം അവരെന്താണ്, മൊത്തത്തിൽ മടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആവശ്യമുള്ള സ്ലീപ്പ് കിട്ടാതെ, അതുപോലെ തന്നെ റൂൾസ് ആണെങ്കിൽ പോലും ഭയങ്കര കൺഫ്യൂസിങ് റൂൾസ് ഉള്ളതൊക്കെ കാണും. അപ്പം അവർക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, ഇതൊന്നും അറിയാത്ത ആൾക്കാരും കാണും. അപ്പം അവർ ശ്രദ്ധിക്കാതെയൊക്കെ റെയിൽവേ ട്രാക്കിൽ കൂടെ ഒക്കെ നടക്കുക, അങ്ങനെയൊക്കെ നടന്നൊക്കെ അവിടെ ആക്സിഡന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സർക്കംഫറൻസിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ എലമെന്റ്സ് കാരണം ആക്സിഡൻസ് ഉണ്ടാകും. അത് ഒട്ടും ഉണ്ടാകാത്ത ഒരു കേസൊന്നും ഒരിക്കലും വരത്തില്ല. കാര്യം ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് അവിടെ സ്വാഭാവികമാണ്, പക്ഷെ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റാം. അപ്പം അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ, അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അത് വായിക്കുന്ന ഏതൊരു സ്റ്റാഫിനാണെങ്കിൽ പോലും അത് മനസ്സിലാകാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ, ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതാണ് ആ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് സ്റ്റാഫ് ആർക്കാണേലും അതൊന്ന് വായിച്ചാലും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ എലമെന്റ്സ് കാരണമുള്ള ഫെയിലിയർ കുറച്ചും കൂടെ അങ്ങ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ കുറഞ്ഞില്ലേ പോലും റൂൾസ് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. ചിലപ്പം അത് വായിച്ചിട്ട് മനസ്സിലാകാത്ത രീതിയിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നത്. അല്ലാതെ ആ റൂൾസ് റെഗുലേഷൻസ് കുറച്ചും കൂടി ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണെങ്കിൽ അത് കാരണമുള്ള ഫെയിലിയേഴ്സ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഹ്യൂമൻ എലമെന്റ്സ് കാരണമുള്ള ഫെയിലിയറിനെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൺവെൻഷണൽ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ റെമഡീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിൽ വരുന്ന റെമഡീസിൽ, കൺവെൻഷണൽ റെമഡീസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി. പ്രോപ്പർ എഡ്യൂക്കേഷൻസ് കൊടുക്കുക, പണിഷബിൾ ആക്ഷൻ, റിവാർഡ്സ്, സൈക്കോളജിക്കൽ അപ്രോച്ച്, പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ. ഓക്കെ, അപ്പം ആ ഒരു നേരത്തെ പറഞ്ഞ ഹ്യൂമൻ എലമെന്റ്സ് കാരണമുള്ള ഫെയിലിയറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺവെൻഷണൽ റെമഡീസ് കൊടുക്കുകയാണ്. അതിലൊന്ന്, ഫസ്റ്റ് വൺ, പ്രോപ്പർ എഡ്യൂക്കേഷൻ. അതെന്താണ് പ്രോപ്പർ എഡ്യൂക്കേഷൻ? 3 ആസ്പെക്റ്റിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, സേഫ്റ്റി റൂൾസിനെ പറ്റി
റെയിൽവേയുടെ സേഫ്റ്റി റൂൾസിനെ പറ്റി ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് അവിടുത്തെ സ്റ്റാഫിന് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ സേഫ്റ്റി കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സേഫ്റ്റി നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഇന്നതാണ്, അങ്ങനെ ഒരു ഒരു അവബോധം അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉള്ള ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ക്രിയേറ്റ് ചെയ്യുക എഡ്യൂക്കേഷൻ ത്രൂ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇന്ന മെഷേഴ്സ് എടുക്കണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരു അവർക്ക് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി. ഓരോ വർക്കും ചെയ്യുന്നവർക്കും അവർ ചെയ്യുന്ന വർക്ക് പ്രോപ്പറായിട്ട് ചെയ്താൽ ആ ആക്സിഡൻറ്റ് അവിടെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു അവയർനെസ് അവർക്ക് ആ എഡ്യൂക്കേഷൻസ് ത്രൂ കൊടുക്കുക. ഓക്കെ, അപ്പം ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ വല്ലപ്പോഴും മാത്രം ആകല്ലേ, വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പ്രാവശ്യം ആർക്കോ വേണ്ടി അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതിനു വേണ്ടി ഒരു ക്ലാസ് കൊടുക്കുക, അതല്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജ് അവർക്ക് കൊടുക്കണം. അപ്പോൾ അതിനുള്ള സേഫ്റ്റി ക്യാമ്പ് ഒക്കെ ഇങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ നടത്തുവാണെങ്കിൽ, അതും റെയിൽവേ അഡ്മിനിസ്ട്രേഷൻസ് അത് സ്പോൺസർ ചെയ്തിട്ട് അവിടുത്തെ റെയിൽവേ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അത് ഗാർഡ്സ് വരും, സ്റ്റേഷൻ മാസ്റ്റേഴ്സ് വരും, ഡ്രൈവേഴ്സ്, ക്യാബിൻ മെൻ, അങ്ങനെ ആ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റാഫ്സ്, അവർക്ക് എല്ലാവർക്കും റെഗുലർ ബേസിസിൽ ഒരു സേഫ്റ്റി ക്യാമ്പ് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ അവർ അപ് ടു ഡേറ്റ് ആയിരിക്കും. എന്താ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അറിയിക്കുക അവരെ. ഓക്കെ, അതാണ് പ്രോപ്പർ എഡ്യൂക്കേഷനിൽ വരുന്നത്. രണ്ടാമത്തത് പണിഷബിൾ ആക്ഷൻ. ഓക്കെ, പണിഷബിൾ ആക്ഷൻ എന്താന്ന് വെച്ചാൽ മിക്ക ആക്സിഡൻസും ഉണ്ടാകുന്നത് റൂൾസ് ബ്രേക്ക് ആക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡേഞ്ചർ പൊസിഷൻ ശ്രദ്ധിക്കാതെ, ആ ഒരു സിഗ്നൽ ശ്രദ്ധിക്കാതെ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടാകും. അതും അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ്, എളുപ്പത്തിന് എങ്ങനെ ചെയ്തു തീർക്കാം, അങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ്. ഇതെല്ലാം കാരണമായിരിക്കും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഹ്യൂമൻ എലമെന്റ്സ് കാരണമാണല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നവരെ പണിഷ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒഫൻഡേഴ്സിനെ പണിഷ് ചെയ്തില്ലെങ്കിൽ അവർ ഫ്യൂച്ചറിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പം അവർ ഫ്യൂച്ചറിൽ റെസ്പോൺസിബിൾ ആകണമെങ്കിൽ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനത്തെ തെറ്റുകൾ ഉണ്ടാക്കുന്നവരെ പണിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്യൂട്ടബിൾ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ എംപ്ലോയീസിനും ഓക്കെ, അവരും കുറച്ചുകൂടെ അലേർട്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം അവിടെ പണിഷ്മെന്റ് കൊടുക്കേണ്ട സ്ഥലത്ത് പണിഷ്മെന്റ് കൊടുത്തേ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവും. ഓക്കെ, മീൻസ് കൊടുക്കേണ്ട ഒരു പണിഷ്മെന്റ് ഉണ്ടല്ലോ, അത് വലിയൊരു പണിഷ്മെന്റ് ആകാൻ പാടില്ല, പക്ഷെ ചെയ്ത തെറ്റിനുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കണം. അപ്പം കുറച്ചും കൂടെ അവെയർ ആകും ബാക്കിയുള്ളവർ. അടുത്തത് റിവാർഡ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സെക്ഷൻ വൈസും നമ്മൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്സിഡൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പം ചില റെയിൽവേ സ്റ്റാഫ്സ് കാണും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. അപ്പം അവരുടെ ആ ഒരു സെക്ഷനിൽ ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മാക്സിമം അവർ ആ ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന റെയിൽവേ സ്റ്റാഫ് കാണും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്റ്റാഫ് ഉള്ളത് കൊണ്ട് ആയിരിക്കും ചിലപ്പം അവിടെ ഒരു ആക്സിഡന്റ് ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകേണ്ടത് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പം ചില കേസിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ക്രോസിങ്സ് ഒക്കെ വരുന്നിടത്ത് ആ പോയിന്റ് ശരിയായിട്ടല്ല എന്ന് നേരത്തെ പിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഓടിച്ചെന്ന് അത് റെഡിയാക്കുന്നതൊക്കെ ആ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഒക്കെ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള അപ്പത്തെ ആ ഒരു ടൈമിൽ ഒരു ആക്ഷൻ കാരണം അവിടെ വലിയൊരു ആക്സിഡന്റ് അവോയ്ഡ് ആവും. ഓക്കെ, അങ്ങനത്തെ കേസൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെയുള്ള ആ ഒരു റെയിൽവേ സ്റ്റാഫിനൊക്കെ പ്രോപ്പറായിട്ട് അവരെ അവാർഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം, അവർക്ക് റിവാർഡായി ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ബാക്കിയുള്ളവർക്ക് ഓക്കെ ഒരു സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ സേഫ്റ്റി, അവരും ഇങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങും. അപ്പം എല്ലാവരും അങ്ങനെ ഒരേപോലെ വർക്ക് ചെയ്യുമ്പം അവിടെ സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻസ് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പം റിവാർഡ് കൊടുക്കുക നന്നായിട്ട് ചെയ്യുന്നവർക്ക്. അടുത്തത് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ മിക്ക ആക്സിഡൻസും ഉണ്ടാകുന്ന അവിടെ സൈക്കോളജിക്കൽ റീസൺസ് കാരണമാകാം. ലൈക്ക് അത് ഫിസിക്കൽ ഡിഫക്റ്റ് കാരണം, ഡൊമസ്റ്റിക് പ്രോബ്ലംസ്, മെന്റൽ അപ്സെറ്റ് ഒക്കെ കാരണം, ഹ്യൂമൻ എലമെന്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാരണമാകാം കുറേയൊക്കെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സേഫ്റ്റി ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ആക്സിഡന്റിന്റെയും റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നടത്തുക. അപ്പോൾ അതിന് ചിലപ്പം സൈക്കോളജിക്കൽ റീസൺസ് ആണെങ്കിൽ അതിനുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അവർക്ക് അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് കൊടുക്കുക. അടുത്തത് പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ. അതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സേഫ്റ്റി മൈൻഡ്നെസ് സ്റ്റാഫിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമ്പയിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുക. അപ്പം എന്താണ് ആക്സിഡന്റ് വീക്ക് ആയിട്ടൊക്കെ ഓരോ
ഇനി ഒരു വർഷത്തിലെ ഒരു വീക്ക് ആക്സിഡൻറ്റ് ഫ്രീ വീക്കായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ നടത്തുന്നത് നല്ലതായിരിക്കും, ടൈം ടു ടൈം. പിന്നെ ഒരു ഡോക്യുമെൻ്ററി ഫിലിമൊക്കെ കാണിക്കുന്നത്, സേഫ്റ്റി മെഷേഴ്സിനെ പറ്റി പറയുന്നത്, പിന്നെ സെമിനാർസ്, സ്ലോഗൻസ്, ബുള്ളറ്റിൻ, പിന്നെ ഈ പേപ്പറിലൊക്കെ മെസ്സേജസ് ഒക്കെ, സേഫ്റ്റി മെസ്സേജസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പം കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കും, സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും, ശ്രദ്ധിക്കാതെ പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒക്കെ സ്ലോഗൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണമല്ലോ അല്ലേ, ഇങ്ങനെ ഒരു മാറ്റം ഒരാൾക്കെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞതാണ് കൺവെൻഷണൽ മെഷേഴ്സ് ടു റെഡ്യൂസ് ഫെയിലിയർ ഡ്യൂ ടു ഹ്യൂമൻ എലമെന്റ്സ്. ഓക്കെ, ഇനി അടുത്തത് അഡ്വാൻസ്ഡ് ടെക്നിക്കൽ റെമഡീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞത് കൺവെൻഷനലി നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്. ഇനി കുറച്ചുകൂടെ ടെക്നിക്കൽ വൈസ് അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ ബിസൈഡ് ഇപ്പോൾ പറഞ്ഞ കൺവെൻഷണൽ മെത്തേഡ്സ് അല്ലാതെ തന്നെ ഇലക്ട്രോണിക് ഓർ ഇലക്ട്രോ മെക്കാനിക്കൽ മെഷേഴ്സ് വന്നു. അത് വെച്ചിട്ടായിരിക്കും എന്താണ് ഡ്രൈവേഴ്സിനെ ഒന്ന് മെമ്മറൈസ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ അലേർട്ട് ആക്കാൻ, വിജിലൻ്റ് ആക്കാനൊക്കെ നമുക്ക് പറ്റുകയും അങ്ങനെ സേഫ് ഓപ്പറേഷൻ അവിടെ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇതിനൊരു അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഡിവൈസസ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ ഒന്നും കേടായി പോകാത്തതായിരിക്കണം. ഓക്കെ, അങ്ങനെ കേടായി പോകുന്നതാണെങ്കിൽ പിന്നെ എന്തോ അതിനോട് വലിയ കാര്യമൊന്നുമില്ല, പിന്നെ അത് റെഡിയാക്കാൻ തന്നെ ഇങ്ങനെ നടക്കണം. മെയിൻ്റെനൻസ് അധികം ചെയ്യേണ്ടാത്ത ടൈപ്പ് ഓഫ് ഡിവൈസസ് ആയിരിക്കണം. പിന്നെ അത് ഫെയിലിയർ ആയാൽ പോലും വേറൊരു വലിയൊരു ഡേഞ്ചർ കണ്ടീഷൻ ഒന്നും ഉണ്ടാകാൻ ചാൻസ് പാടില്ല. കാര്യം അത് ഫെയിലിയർ ആയതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് വന്നത് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ റെമഡീസിലെ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വാർണിംഗ് ഡിവൈസസ് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് വാർണിംഗ് ഡിവൈസസ് അതെന്താന്ന് നോക്കിയേ. ടു പ്രിവെന്റ് ദി ഡ്രൈവേഴ്സ് പാസിംഗ് സിഗ്നൽസ് അറ്റ് ഡേഞ്ചർ പൊസിഷൻ ദർ ആർ ഓട്ടോമാറ്റിക് വാർണിംഗ് ഡിവൈസസ് ഇൻ വിച്ച് ബ്രേക്സ് ആർ അപ്ലൈഡ് ഓട്ടോമാറ്റിക്കലി ഇഫ് ദി ഡ്രൈവർ ഇഗ്നോർസ് ദി വാർണിംഗ് ഗിവൺ ഏർലിയർ. ഓക്കെ, അപ്പം ഈ റെഡ് സിഗ്നലൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ വാർണിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഓട്ടോമാറ്റിക് വാർണിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം വേൾഡിൽ ഈ പറയുന്ന 3 ടൈപ്പിലും ഏത് വേണമെങ്കിലും പല എന്താണ് റെയിൽവേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മെക്കാനിക്കൽ ഡിവൈസസ്, മാഗ്നറ്റിക് ഡിവൈസസ്, മൂന്നാമത്തത് ഇൻഡക്റ്റീവ് ഡിവൈസസ്. ഓക്കെ, 3 ഡിവൈസസ് ഉണ്ട് ഈ ഒരു ഓട്ടോമാറ്റിക് വാർണിംഗ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോന്ന് നോക്കാം. അപ്പോൾ അതിലെ മെക്കാനിക്കൽ ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലിവർ ഫിക്സ്ഡ് ടു ദി സ്ലീപ്പർ വിച്ച് പ്രൊജക്ട്സ് എബോവ് ദി ട്രാക്ക് ലെവൽ വെൻ ദി സിഗ്നൽ ഈസ് അറ്റ് ഡേഞ്ചർ പൊസിഷൻ. ഓക്കെ, അപ്പം സ്ലീപ്പർ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ലിവർ ഉണ്ട്, ആ ലിവർ അവിടെ ഫിക്സ് ചെയ്തിരിക്കുവാണ്. അതുപോലെ തന്നെ ആ ഒരു ലിവർ ഡേഞ്ചർ സിഗ്നലാണ് കാണിക്കുന്നതെങ്കിൽ, റെഡ് സിഗ്നലാണ് ആ ഒരു ട്രാക്കിൽ കാണിക്കുന്നതെങ്കിൽ ആ ലിവർ ട്രാക്കിന്റെ ലെവലിൽ നിന്ന് ഇച്ചിരി പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ ട്രെയിന് ദൂരെ നിന്ന് നോക്കുമ്പോഴേ ആ റെഡ് സിഗ്നൽ കാണണം. അത് ശ്രദ്ധിക്കാതെ വരുന്ന ആൾക്കാർ ഈ ഒരു ഡിവൈസിന് മേളിൽ കൂടെ പാസ് ചെയ്യുമല്ലോ, മെക്കാനിക്കൽ ഡിവൈസിന് മേളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ ലിവർ അങ്ങനെ കിടക്കുന്നതിൻ്റെ ഒരു എഫക്റ്റിൽ ലോക്കോമോട്ടീവിൻ്റെ ഒരു ലിവർ ഉണ്ടല്ലോ, അത് ട്രിപ്പാകുകയും അത് ബ്രേക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ട്രെയിൻ ബ്രേക്കിലോട്ട് ആവുകയും ചെയ്യും. ഓക്കെ, ആ ഒരു മെക്കാനിക്കൽ ഡിവൈസിന് മേളിൽ കൂടെ പാസ് ചെയ്തതുകൊണ്ട്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റിലേ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ പെർമനന്റ് മാഗ്നറ്റ് ഓൺ ദി ലോക്കോമോട്ടീവ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റിലേ ഉണ്ട്, അത് ആ ലോക്കോമോട്ടീവ് എഞ്ചിൻ്റെ അവിടെയുള്ള ഒരു പെർമനന്റ് മാഗ്നറ്റ് ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ ദി ട്രാക്ക് which is energized only when the signal is in the caution position. ഓക്കെ, അപ്പം നമ്മുടെ ട്രാക്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഫിക്സ് ചെയ്യും. അത് എനർജൈസ്ഡ് ആകുന്നത് സിഗ്നൽ റെഡ് ആണെങ്കിൽ മാത്രമാണ്. ഓക്കെ, അപ്പം ദ റിലേ ഓൺ ദി locomotive is energized to operate a warning bell and a red flashing light on the locomotive. ഓക്കെ, അപ്പം നമ്മുടെ എഞ്ചിനിൽ ഉള്ള റിലേ ഉണ്ടല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് റിലേ, അത് എനർജൈസ്ഡ് ആയിട്ട് എന്താണ് ആ ലോക്കോമോട്ടീവിനുള്ളിൽ ഒരു വാർണിംഗ് ബെല്ല് സൗണ്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുകയോ ചെയ്യും. Okay, if this warning is not acknowledged by the driver by pressing a button, the brakes are applied automatically. ഓക്കെ, അപ്പം എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മുടെ ട്രാക്കിലുണ്ടല്ലോ, അതിങ്ങനെ റെഡ് സിഗ്നൽ ആകുമ്പോൾ അത് എനർജൈസ്ഡ് ആകും. അപ്പം നമ്മുടെ ട്രെയിന് ഇങ്ങനെ അങ്ങോട്ട് അടുക്കും തോറും ഈ ലോക്കോമോട്ടീവിൽ വേറെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടല്ലോ, അപ്പം മറ്റേ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു എഫക്റ്റിൽ ഇത് എനർജൈസ്ഡ് ആകുകയും അതിനുള്ളിൽ ഈ ഒരു സൈറൻ
സൈറൻ സൗണ്ട് ഉണ്ടായും ചെയ്യും. എന്നിട്ടും ഡ്രൈവർ ശ്രദ്ധിച്ചില്ല, അയാൾ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം, ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിനെ നിർത്തിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ട്രെയിൻ ബ്രേക്ക് ആകുന്ന മെക്കാനിസം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഡിവൈസസ്. അടുത്തത് ഇൻഡക്റ്റീവ് ഡിവൈസസ്. ഇൻഡക്റ്റീവ് ഡിവൈസ് എന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദ ഇൻഡക്റ്റീവ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ബേസ്ഡ് ഓൺ കപ്ലിംഗ് ഓഫ് ടു ട്യൂൺഡ് സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ 2 സർക്യൂട്ട്സ് കാണും, അതിൻ്റെ ഒരു കപ്ലിംഗ് വെച്ചിട്ടാണ് അവിടെ ആ ഒരു ഇൻഡക്റ്റീവ് ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പം ദ ട്രെയിൻ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ വിത്ത് അയൺ കോർ വിച്ച് ഈസ് ട്യൂൺഡ് ബൈ മീൻസ് ഓഫ് എ കണ്ടൻസർ. നമ്മൾ ട്രാക്ക് സർക്യൂട്ടിംഗ് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ, അതിൻ്റെ പോലെ തന്നെ അവിടെ ഒരു കോയിൽ കാണും, അതൊരു അയൺ കോറിന് ചുറ്റുമായിരിക്കും. അപ്പോഴേക്കും അവിടെ കറണ്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ മറ്റ് ഇലക്ട്രിക് സർക്യൂട്ട് അല്ലേ, ട്രാക്ക് സർക്യൂട്ടിംഗ് പറഞ്ഞില്ലേ, ആ സെയിം തന്നെ ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം ഫ്രീ ആയിട്ടാണെങ്കിൽ, ട്രെയിൻ ഒന്നും ഇല്ലാത്ത കേസിൽ അത് ആ മൊത്തത്തിൽ ആ ഇലക്ട്രോമാഗ്നറ്റിക് ട്രാക്കിൽ കൂടെ ആ ഒരു കറണ്ട് പാസ് ചെയ്യുകയും അവിടെ ഗ്രീൻ ലൈറ്റ് കത്തുകയും ചെയ്യും. ഇനി അതല്ല, അവിടെ ഒക്യുപ്പൈഡ് ആണെങ്കിൽ, ട്രാക്ക് ഒക്യുപ്പൈഡ് ആണെങ്കിൽ ഇനി വേറൊരു ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടി ആ ട്രാക്കിൽ റെഡ് സിഗ്നൽ കത്തും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസസിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയും. ഇപ്പോൾ പറഞ്ഞ 3 അല്ലേ, അത് റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റീവ്, എന്ന് വെച്ചാൽ അത് അധികമാകാൻ പാടില്ല. എന്ന് വെച്ചാൽ ആൾക്കാർ, മീൻസ് ആ റെയിൽവേ ബോർഡിന് പോയി മേടിക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം, ഒത്തിരി കോസ്റ്റ് ആകാൻ പാടില്ല. പിന്നെ ദേ ഷുഡ് ബി ഫുൾ പ്രൂഫ്, എന്ന് വെച്ചാൽ പെട്ടെന്ന് കേടായി പോകുന്നതല്ലായിരിക്കണം, നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള ഡിവൈസ് ആയിരിക്കണം. പിന്നെ ഇൻഡിജീനിയസ് മാനുഫാക്ചർ പറ്റണം, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഡിവൈസ് ആയിരിക്കണം, എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റണം. ഇൻഡിജീനിയസ് മാനുഫാക്ചർ കേപ്പബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം, ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയാണെങ്കിൽ. അപ്പം ഈ 3 മെയിൻ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, പിന്നെ ഇനി അടുത്ത നമ്മളിപ്പോൾ ഒരൊറ്റ ഓട്ടോമാറ്റിക് വാർണിംഗ് ഡിവൈസ് എന്ന ഒരൊറ്റ അഡ്വാൻസ്ഡ് ടെക്നിക്കൽ എയ്ഡേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ബാക്കി പറയണമല്ലോ. ഓക്കെ, പിന്നെ പുതിയ ഇലക്ട്രോണിക്സിലും ടെക്നോളജീസിലൊക്കെ പുതിയ അഡ്വാൻസസ് ഒക്കെ വന്നപ്പോഴേക്കും ന്യൂലി ഡെവലപ്ഡ് ഡിവൈസസ് റെയിൽവേസിലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാ, ഓട്ടോമാറ്റിക് വാർണിംഗ് ഡിവൈസ്. ഇനി സെക്കൻഡ് വണ്ണ് സ്പീഡ് റെക്കോർഡേഴ്സ്. ഓക്കെ, സ്പീഡ് റെക്കോർഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ അതൊരു ഓട്ടോമാറ്റിക് ഡിവൈസാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നെങ്കിൽ ഒരു ഓഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വാർണിംഗ് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന വിസിബിൾ വാർണിംഗ് ഡ്രൈവറിന് കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഈ ഒരു സ്പീഡ് റെക്കോർഡർ യൂസ് ചെയ്യുന്നത്. അത് എപ്പോഴാണ് അതിൻ്റെ യൂസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിനൊരു അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൽ ഒരു അലോവബിൾ സ്പീഡ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ ട്രെയിൻ അതിൻ്റെ ആക്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അലോവബിൾ സ്പീഡിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സൗണ്ട് ഉണ്ടാവും, ഡ്രൈവറിനെ വാൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ഈ ഒരു ഇൻസ്ട്രുമെന്റ് നേരത്തെ നമ്മൾ പോയി സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് ട്രെയിൻ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അലോബൽ മാക്സിമം സ്പീഡിനേക്കാളും കൂടിയാൽ എന്തെടുക്കും, അതിൽ നിന്ന് ഓഡിബിൾ സൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് ഡ്രൈവറിന് മനസ്സിലാക്കണം, ഓക്കെ ഞാൻ സ്പീഡ് കൂടിപ്പോയി, സ്പീഡ് കുറയ്ക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ട്രെയിനിൻ്റെ കൺട്രോൾ പോകുമെന്നുള്ളത്. അങ്ങനെ സ്പീഡ് കുറയ്ക്കുകയും അങ്ങനെ ട്രെയിൻ ആളുടെ കൺട്രോളിൽ എത്തുകയും ചെയ്യും. ഇതാണ് സ്പീഡ് റെക്കോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡിനെ റെക്കോർഡ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്ന അലോബിൾ സ്പീഡിനുള്ളിലാണെങ്കിൽ അത് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അതിൽ നിന്ന് വാർണിംഗ് സൗണ്ട് ഉണ്ടാവും. ഇനി അടുത്തത് ഇലക്ട്രോണിക് സ്പീഡ് ഗവേണേഴ്സ്. ഓക്കെ, അത് ഇപ്പം ഇന്ത്യയിലൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് വരുന്നേ ഉള്ളൂ, അധികം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പീഡിനെ ഗവേൺ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഓക്കെ, അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ ഡ്രൈവറിന് വാൺ ചെയ്യാൻ വേണ്ടി ഒരു ബസർ സൗണ്ട് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ടല്ലോ, നേരത്തെ അലോബിൾ സ്പീഡിനേക്കാളും 5% കൂടി കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ ഫെയിലിയർ കാരണമായിരിക്കും, അയാൾ ശ്രദ്ധിക്കാതെ ആണെങ്കിൽ സ്പീഡിൽ പോകുന്നതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു കേസിൽ ഒരു സൗണ്ട് ഉണ്ടാക്കുകയും അതുവഴി ഡ്രൈവറിനെ വാൺ ചെയ്തിട്ട് ബ്രേക്ക് അപ്ലൈ ആകുകയും ചെയ്യും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇലക്ട്രോണിക് സ്പീഡ് ഗവേണേഴ്സ് അമേരിക്കയിലും ജപ്പാനിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും. പിന്നെ ഇതിൽ പറയുന്നത് ദ ട്രാക്ക് കോയിൽ ഈസ് സിമിലർലി ട്യൂൺഡ് ബട്ട് ഈസ് ഷണ്ടഡ് അക്രോസ് വെൻ ദി സിഗ്നൽ ഈസ് ഇൻ ദി ഓഫ് പൊസിഷൻ. ഓക്കെ, അപ്പം സിഗ്നൽ ഓഫ് പൊസിഷൻ ആണെങ്കിൽ ഏതാണ്, ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ ഈ ഒരു
സ്പീഡ് ഗവർണർ എന്താണ് ഓഫാണ്, ഷണ്ടഡ് പൊസിഷനിലായിരിക്കും. ഇനി അതല്ല, സിഗ്നൽ ഓൺ പൊസിഷൻ എന്ന് വെച്ചാൽ റെഡ് സിഗ്നൽ ആയിരിക്കുമ്പോൾ എന്താണ്, ഈ ഒരു ട്രെയിനിൻ്റെ ഈ കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുകയും അതനുസരിച്ച് സൗണ്ട് ഉണ്ടാകുകയും അത് വെച്ചിട്ടാണ് നമ്മുടെ ഡ്രൈവറിന് കേട്ടിട്ട് അയാൾ ട്രെയിനിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ വാർണിംഗ് ബെൽ അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഉണ്ടാവും. എന്നിട്ടും ആളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ക്യാൻസലേഷൻ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തില്ലെങ്കിൽ ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആകും അല്ലാതെ തന്നെ. ഓക്കെ, പിന്നെ മൂന്നാമത്തത് മിസ്ലേനിയസ് എയ്ഡ്സ് ഓൺ വേൾഡ് റെയിൽവേസ്. മൊത്തത്തിൽ വേൾഡ് റെയിൽവേയിൽ യൂസ് ചെയ്യുന്ന പല പല ബേസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് USA ഒരു കോഡഡ് കറണ്ട് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ റെയിൽസിൽ കൂടെ പാസ് ചെയ്യിക്കുമ്പം അതിൻ്റെ മേളിൽ കൂടെ വരുന്ന ലോക്കോമോട്ടീവ് ആ ഒരു കോഡഡ് കറണ്ടിനെ പിക്ക് ചെയ്യുകയും അത് കളർ ലൈറ്റ് ക്യാബ് സിഗ്നലായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പം റെഡ് ആണെന്നുള്ളത് നേരത്തെ ഒരു കോഡഡ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പം അത് അവരുടെ എഞ്ചിൻ അത് എടുക്കുകയും ഓക്കെ റെഡ് സിഗ്നൽ ആണെന്നുള്ളത് അവർക്ക് ആ എഞ്ചിനുള്ളിൽ തന്നെ ഇരുന്നാൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ടെക്നോളജി വൈസ്ഡ് ആണ് USA യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സൈറൻ വാൺ ചെയ്യും, ഓൺ പൊസിഷൻ ആണെങ്കിൽ സൈറൻ ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, ഇനി ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൺട്രോൾ സിസ്റ്റം പറഞ്ഞില്ല, ATC ഓട്ടോമാറ്റിക് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓഡിബിൾ ക്യാബ് സിഗ്നൽസും കാണും, കേൾക്കാൻ പറ്റുന്ന ടൈപ്പ്. റെഡ് ആയി എന്നുള്ളത് ആ ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്ക് കേട്ട്, മീൻസ് ഇപ്പം റെഡ് സിഗ്നലാണ് ഇത്രയും ഡിസ്റ്റൻസ് മാറി, അങ്ങനത്തെ ഒരു ഓഡിബിൾ സിഗ്നൽസ് കാണും, ഡബിൾ ഇൻഡിക്കേഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെയിൻ ലൈൻസിലൊക്കെ അതായിരിക്കും അവർ കൊടുക്കുന്നത്. ഇനി ജർമ്മനിയിലൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് സിസ്റ്റം ഓഫ് ATC ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവർക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുകയും ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ ഡിവൈസസ് കാണും. പിന്നെ സ്വിറ്റ്സർലാൻഡിലും ATC സിഗ്നൽ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ഇൻഡക്ഷൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് ഡിവൈസസ് ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ATCയുടെ സിസ്റ്റമാണ് അവരും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയായിരുന്നു എന്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെമഡീസ് ഫോർ റെഡ്യൂസിങ് ഹ്യൂമൻ എറേഴ്സ്. ഓക്കെ, ഇനിയും അടുത്തത് ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഈ സെയിം കാര്യം തന്നെ ഒരു ഫാക്ടേഴ്സിൻ്റെ പോലെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും വായിച്ചതിൽ നിന്ന് മനസ്സിലായത് റെയിൽവേ ട്രാൻസ്പോർട്ടിൽ ഉണ്ടാകുന്ന മേജർ ആക്സിഡൻസിൻ്റെയും ലാർജ് കോസസും ഹ്യൂമൻ ഫാക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പം ഹ്യൂമൻ ഫാക്ടേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു ട്രാഫിക്കിലോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ എന്തായിരിക്കും മെത്തേഡ്? അധികം ഹ്യൂമൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡിപ്പെൻഡൻറ്റ് ഇല്ലാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ അധികം ഹ്യൂമൻസിന് അവിടെ വർക്ക് ചെയ്യേണ്ടാത്ത രീതിയിൽ എല്ലാം കുറച്ചുകൂടെ ഓട്ടോമാറ്റിക് ആക്കുവാണെങ്കിൽ ആൾക്കാരുടെ ഒരു അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാര്യം ഇപ്പം എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, ടെക്നിക്കലി ഡെവലപ്ഡ് ആണ്, കുറേയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ തന്നെ അവിടെ അധികം ഹ്യൂമൻ്റെ ഒരു എലമെന്റ് വരത്തില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ അത് കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസ് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഹ്യൂമൻ കേപ്പബിലിറ്റീസ് വരും, ലിമിറ്റേഷൻസ് വരും, ഫിസിക്കൽ കണ്ടീഷൻസ്, സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, ഇതെല്ലാം വരും. ഇപ്പം ഹ്യൂമൻ കേപ്പബിലിറ്റി എന്ന് പറയുമ്പം ആൾക്ക് ചിലപ്പം എന്താണ് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കും, ആക്സിഡൻസിനൊക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്ത് ഭയങ്കര ശ്രദ്ധയോടെ പോകുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പം കുറേ പേർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്, ശ്രദ്ധ കുറവാകും, പ്രായമാവും തോറും ആ ഒരു ശ്രദ്ധക്കുറവുണ്ടാവുമല്ലോ, അങ്ങനത്തെ ലിമിറ്റേഷൻസ് വരും. പിന്നെ ഫിസിക്കൽ കണ്ടീഷൻസിലുള്ള എന്തെങ്കിലും പ്രശ്നം കാരണം അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവും. സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, ഉള്ളിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബ്രേക്ക് ഡൗൺ ആയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ ഇരിക്കുമ്പോൾ നെർവസ് ബ്രേക്ക് ഡൗൺ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പം മെജോറിറ്റി ഓഫ് വെഹിക്കുലർ ആക്സിഡൻസും ഈ പറയുന്ന ഹ്യൂമൻ എറർ കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ എന്ത് ഡിസൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു സിഗ്നൽ കണ്ടു, ഇപ്പം ആ സിഗ്നൽ കണ്ടാൽ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, അതിനുള്ളൊരു ടൈമും അതിനുള്ളൊരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ ഡിസൈഡ് ചെയ്യാനൊക്കെ, അങ്ങനെ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണും. പിന്നെ ഡെമോഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഏജ്, ജെൻഡർ എന്ന് വെച്ചാൽ നമുക്കറിയാലോ പ്രായമാകും തോറും എന്താണ് ഒരാളുടെ ഒരു ചെയ്യാനുള്ള സ്പീഡൊക്കെ കുറയും അല്ലേ. അപ്പം പക്ഷെ ഒരു യങ് ആളാണെങ്കിൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു യങ് ആളാണെങ്കിൽ ആൾക്ക് പെട്ടെന്ന് ഓക്കെ സിഗ്നൽ കണ്ടു സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെ അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ജെൻഡർ എന്ന് പറയുമ്പോഴും ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഒരു മെയിൽ ആയിട്ടുള്ള ഡ്രൈവർ, ഫീമെയിൽ ഡ്രൈവർ ആണെങ്കിൽ അവർ ചെയ്യുന്ന ഒരു വർക്കിൽ ഒരു ഡിഫറൻസ് കാണും.
ഓക്കെ. പിന്നെ ഡിസ്ട്രാക്ഷൻസ് കാരണം, എന്തെങ്കിലും കാര്യം വന്ന് ഒരു ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ, ഡ്രൈവർ ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്നൽസ് നോക്കുന്ന ആള് ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇൻ അറ്റൻഷൻ, നന്നായിട്ട് അറ്റൻറ്റീവ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡ്രഗ് ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്താൽ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണും. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. പുതിയതായിട്ടുള്ള ആളാണെങ്കിൽ അവിടെ ചാൻസസ് ഉണ്ട്. പിന്നെ പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഫെമിലിയറിറ്റി വിത്ത് ദി വെഹിക്കിൾ ഓർ എൻവയൺമെൻറ്റ്. അപ്പം ചിലപ്പം നേരത്തെ വേറെ ടൈപ്പ് ഓഫ് ട്രെയിൻ ഓടിച്ചുകൊണ്ടിരുന്ന ആളായിരിക്കും, പക്ഷെ പുതിയൊരു ട്രെയിനിലോട്ട് അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് കണ്ടീഷനിലോട്ട് വന്നപ്പം ആൾക്ക് അതുമായിട്ടൊന്ന് ഫെമിലറൈസ് ആകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ആൾക്ക് ഇപ്പം ട്രെയിൻ ആകുമ്പോൾ തന്നെ നമുക്കറിയാലോ, എഞ്ചിൻ എന്ന് പറയുന്നത് എല്ലാ എഞ്ചിനും ഒരേപോലെ ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കാണുമ്പം ബട്ടനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് തപ്പി കണ്ടുപിടിക്കാനൊക്കെ ഒരു ടൈം എടുക്കത്തില്ലേ, അങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും. ഇനി ഫറ്റീഗ് എന്ന് വെച്ചാൽ ആളങ്ങ് ക്ഷീണിച്ച് അങ്ങനെ വയ്യാതെ വരുന്നൊരവസ്ഥ, അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡൻസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാൽ അതിന് എങ്ങനെ ആൾ റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെ അതിന് ആ ഗ്യാപ്പിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആക്സിഡൻസ്. പിന്നെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ഓക്കെ, എന്തേലും വലിയൊരു മീൻസ് വണ്ടി ഇടിക്കാനൊരു ചാൻസ് ഉണ്ട്, പക്ഷെ ആ റിസ്ക് എടുത്ത് ഒന്നെങ്കിൽ ചിലപ്പം വേറൊരു ട്രാക്കിലോട്ട് മാറിയാൽ ചിലപ്പോൾ നമുക്ക് ആക്സിഡൻറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉള്ള ആളാണോ അല്ലയോ അതനുസരിച്ചുള്ളത്. സ്ട്രെസ്, പാനിക്ക്, ഹൈപ്പർ വിജിലൻറ്റ് അങ്ങനെയൊക്കെ ആകുന്നതുകൊണ്ടൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി. ഇനി ഈ പറഞ്ഞത് കൂടാതെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മെമ്മറി ലാപ്സസ് എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിൻ ഓടിക്കുമ്പോൾ കുറേ സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, ആ ഒരു വർക്ക് സ്റ്റെപ്പ്, സേഫ്റ്റി മെഷേഴ്സൊക്കെ. അതിൻ്റെ ഏതിലും 1-2 സ്കിപ്പ് ചെയ്താൽ തന്നെ അവിടെ സ്കിപ്പ് ചെയ്യുന്നത് മനഃപൂർവ്വം ആയിരിക്കില്ല, ശ്രദ്ധിക്കാതെ ആയിരിക്കും. അപ്പം അങ്ങനെ മെമ്മറി ലാപ്സസ് കാരണം ആക്സിഡൻറ്റ് ഉണ്ടാകാം. ഇംപെയർഡ് ജഡ്ജ്മെൻറ്റ് ഓർ റീസണിങ് പവർ, നന്നായിട്ട് ജഡ്ജ് ചെയ്തില്ലെങ്കിൽ റീസണിങ്, അങ്ങനെ അതിൻ്റെ ഒരു റിഡക്ഷൻ കാരണമൊക്കെ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഇൻ അറ്റൻഷൻ ഡിസ്ട്രാക്ഷൻ കാരണം. പിന്നെ ഡിലേഡ് സെൻസറി ഓർഗൻസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ഇപ്പം അവിടെ എന്തോ ഉണ്ട് അല്ലെങ്കിൽ ഇടിക്കാൻ പോകുകയെന്നുള്ളത്, അത് കണ്ട് അത് എന്തെടുക്കണം എന്നുള്ള കണ്ണുകൊണ്ട് കണ്ടു, നമ്മളത് ബ്രെയിനിലോട്ട് അതിൻ്റെ ഒരു ചെല്ലുമല്ലോ, അതിൻ്റെ ഒരു ഗ്യാപ്പ് എടുക്കത്തില്ലേ, ചിലവർക്ക് ഇച്ചിരി എന്നെ എടുക്കണം എന്നൊരു ആലോചിച്ച് എന്തായിരുന്നു അത്, അങ്ങനെ ഒരു ശ്രദ്ധ കുറവ് കാരണം ഒരു ഗ്യാപ്പ് ഉണ്ടാകും, ഡിലേ ആകും, അത് കാരണം ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഇല്ല, കോമ്പിറ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാകും. സ്കില്ല് ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള സ്കില്ലില്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകും. പിന്നെ പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ഈ നെഗ്ലിജൻസ്, ഭയങ്കര ദേഷ്യം, അറഗൻസ്, ഓവർ കോൺഫിഡൻസ് ഒക്കെ കാരണവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആക്സിഡൻറ്റ്. പിന്നെ ആവശ്യത്തിനുള്ള നോളജ്, പൂവർ എക്സ്പീരിയൻസ് ഒക്കെ കാരണവും അവിടെ ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റാതെ വരികയും ആക്സിഡൻറ്റ് ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് വേരിയസ് ഹ്യൂമൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഇനിയും നമ്മൾ കൂടുതൽ ഇപ്പോൾ പറഞ്ഞെല്ലാം ഹ്യൂമൻ എലമെൻറ്റ്സ് ആയിരുന്നു, എന്നാലും മറ്റ് റീസൺസ് ഉണ്ടല്ലോ, അതർ കോസസ് ഫോർ റെയിൽവേ ആക്സിഡൻറ്റ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എക്സാമിന് വരുമോയെന്ന് അറിയത്തില്ല, എന്നാലും ഇൻ കേസ് അതിനെ പറ്റിയും കൂടെ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നും എഴുതാതെ പറ്റത്തില്ലല്ലോ. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ റെയിൽവേ മാൻ, അത് സെയിം ഹ്യൂമൻ എലമെൻറ്റിൻ്റെ തന്നെയാണ്, റോങ് ജഡ്ജ്മെൻറ്റ് കാരണം. രണ്ടാമത്തത് നാച്ചുറൽ കലാമിറ്റീസ് കാരണം. അതെന്താണെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹെവി ഫ്ലഡ്, സ്റ്റോം, എർത്ത് ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആ ട്രാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തെങ്കിൽ അതിന് പെട്ടെന്ന് ഡീറെയിൽമെൻറ്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയും ലോക്കോമോട്ടീവ്സിന് റോളിംഗ് സ്റ്റോക്കിൻ്റെ ഒക്കെ ഫെയിലിയർ കാരണം, എന്ന് വെച്ചാൽ അത് ഡിസൈൻ ചെയ്തപ്പോൾ പ്രോപ്പർലി ചെയ്യാത്തത് കൊണ്ട് ഈ എൻജിനിലൊക്കെ പ്രശ്നം ഉണ്ടാകുകയും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗിയറിന്, ആക്സിലിനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ ഫെയിലിയർ ഉണ്ടാകും. പിന്നെ സബോട്ടേജ് ഞാൻ പറഞ്ഞായിരുന്നു, ആക്സിഡൻറ്റ് ഒക്കർ ഡ്യൂ ടു ഇൻറ്റൻഷണൽ ഡാമേജ് ഡൺ ബൈ വർക്കേഴ്സ്. ഇൻറ്റൻഷനലി അവർ ചെയ്തതാണ്. ഓക്കെ, അപ്പം മിക്കപ്പോഴും ഈ സാബോട്ടേജ് നടക്കുന്നത് ഈ ട്രെയിൻ നല്ല സ്പീഡിൽ പോകുന്ന സെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ ഉദ്ദേശം തന്നെ അവിടെ ട്രെയിൻ വന്ന് പോയി ഇടിച്ച് അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാക്കണം എന്നൊരു മനസ്സിലൊരു ഇതുള്ളതുകൊണ്ട് തന്നെ അവർ ട്രെയിൻ നല്ല സ്പീഡിൽ പോകുന്ന സെക്ഷനിലൊക്കെ പോയിട്ടായിരിക്കും അത് ഡിഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു സബോട്ടേജ് കാരണം ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസ് എന്ന് വെച്ചാൽ അപകടങ്ങൾ കൂടുതലും ആയിരിക്കും. ഓക്കെ, അപ്പം എപ്പോഴും പോയിട്ട് ട്രാക്കിലൊക്കെ പോയി എപ്പോഴും ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്.
അല്ലേ? എന്നും പോയി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യൽ നടക്കത്തില്ലായിരിക്കും. പക്ഷെ ആൻറ്റി സബോട്ടേജ് മെഷേഴ്സ് നമ്മൾ എടുക്കണം. എന്നുവെച്ചാൽ ലോങ് വെൽഡഡ് റെയിൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ആ റെയിലിനെ പോയി അവർ ഡിഫക്റ്റ് ചെയ്യാൻ നോക്കിയാൽ അത്രയും നല്ല സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ലെവൽ ക്രോസിങ്ങിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ ഈ ചില ക്രോസിങ്സിലൊക്കെ അൺഗാർഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ അൺമാൻഡ് ലെവൽ ക്രോസിങ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ അത് ഗാർഡ് ചെയ്യാൻ ആൾക്കാരൊന്നും കാണത്തില്ലായിരിക്കും. അങ്ങനത്തെ കേസിൽ എന്താ പറ്റുന്നത് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ ചില പടങ്ങളിലൊക്കെ ആണ് ഇങ്ങനെ ലെവൽ ക്രോസിങ്ങിന്റെ ആ ഒരു ക്രോസിങ്ങിനെ അടച്ചിരിക്കുമായിരിക്കുവേ, എന്നാലും ട്രെയിൻ ഇനിയും വരാൻ ഒരു 3-4 മിനിറ്റ് കൂടെ കാണും. അപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ ആ ലെവൽ ക്രോസ് ചെയ്തതിന്റെ ആ അടച്ചു വെച്ചതിന്റെ അടിയിൽ കൂടെ ഈ ബൈക്കുമായിട്ടോ അല്ലെങ്കിൽ നടന്നു പോകുന്നുണ്ടെങ്കിൽ ബൈക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നവരെ കാണും. അങ്ങനെ അപ്പം അവരത്രയും എന്ന് വെച്ചാൽ അത് ഗാർഡ് ചെയ്യാൻ അവിടെ വേറെ ആരും ഇല്ല അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാൻ അവിടെ ആരും ഇല്ലായിരിക്കും. അപ്പം ഇങ്ങനെ ബൈക്ക് എടുത്തുകൊണ്ട് വന്ന് പിന്നെ അങ്ങോട്ട് ഇറങ്ങി അപ്പോഴേക്കും ട്രെയിൻ വന്ന് ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഗാർഡഡ് അല്ലാത്ത ലെവൽ ക്രോസിങ്സിലായിരിക്കും ഇങ്ങനെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ റോഡ് യൂസേഴ്സിനെ ആയിരിക്കും കൂടുതലും അതിനൊരു എഫക്റ്റ് ഉണ്ടാകുന്നത്. റോഡ് ട്രാഫിക്കിലുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ പറയുന്നത് റെയിൽവേ പ്രോപ്പർട്ടിക്കും ഡാമേജും ഉണ്ടാവും. റോഡ് യൂസേഴ്സിനെ പോലെ തന്നെ റെയിൽവേയുടെ പ്രോപ്പർട്ടീസിനും ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ലെവൽ ക്രോസിങ്സിലുണ്ടാകുന്ന ആക്സിഡൻസ് എന്ന് പറയുന്നത് ഒത്തിരി മീഡിയ അറ്റൻഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷനെയൊക്കെ ബാധിക്കും. ഓക്കെ, കാര്യം ഇങ്ങനത്തെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ ഈ ട്രെയിൻ ഇടിച്ച് അങ്ങനത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഒത്തിരി മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റോഡ് യൂസേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഓക്കെ, നോട്ടീസ് ബോർഡ് വെക്കണം അവിടെ. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് തന്നെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞായിരുന്നു എന്താണ് ഈ സിഗ്നൽസ് ഒക്കെ പറഞ്ഞപ്പോൾ ഈ വിസിൽ ബോർഡ് എന്ന് വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഈ ലെവൽ ക്രോസിംഗ് ആകുന്നതിന് മുന്നേ നമ്മളൊരു ബോർഡ് വെക്കും. അത് ഡ്രൈവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ലെവൽ ക്രോസിംഗ് കഴിയുന്നവരെ ഇങ്ങനെ ഒരു വിസിൽ സൗണ്ട് വെക്കണം. എന്ന് വെച്ചാൽ ട്രെയിൻ വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സൗണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ലെവൽ ക്രോസിംഗ് ഉണ്ടാകുന്നത്. പിന്നെ ഉണ്ടാകുന്ന അപകടം എന്ന് വെച്ചാൽ ഈ ഗേജില്ലേ, നമ്മുടെ റെയിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിങ്ങനെ സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഗേജിന്റെ ഡിസ്റ്റൻസ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പെർമനന്റ് വേ വുഡൻ സ്ലീപ്പർ വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോഗ് സ്പൈക്ക് ഫിറ്റിംഗ് വെച്ചിട്ടാണ് അത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ സ്ലീപ്പറിൽ വുഡനൊക്കെ ആകുമ്പോഴേ കുറേ നാൾ കഴിയുമ്പോഴേക്കും അത് ഡീക്കേ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിന്റെ ഗേജിൽ മാറ്റം വരും. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും. പിന്നെ ട്രാക്കിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ് കാരണം, ആ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ക്രോസ് ലെവൽ ഉണ്ടല്ലോ, ട്രാക്കിലുള്ള ക്രോസ് ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം അതിലുള്ള ആ ഡിഫറൻസ് നമ്മൾ ട്വിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ കറക്റ്റ് അത് അങ്ങനെ ഉണ്ടാകുന്ന ആ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് മെയിൻലി ഈ സ്ലീപ്പേഴ്സിനടിയിൽ നമ്മൾ ബലാസ്റ്റ് വെക്കത്തില്ലേ, അത് പ്രോപ്പറായിട്ട് പാക്കിംഗ് നടത്തിയില്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ ട്വിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവും. പിന്നെ ബക്ലിംഗ് ഓഫ് ട്രാക്ക് കാരണം, അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എക്സസീവ് ക്രീപ്പ് കാരണം ഈ ജോയിൻ ചെയ്ത ട്രാക്ക് ഉണ്ടല്ലോ, 2 റെയിൽസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത പോർഷൻ, അവിടെയൊക്കെ ബക്ലിംഗ് ഉണ്ടാവും. പിന്നെ എന്താണ്, ഈ ട്രെയിൻ പോകുന്നിടത്ത് ബ്രിഡ്ജസ് കൾവേർട്ടൊക്കെ കാണും, അതിലുണ്ടാകുന്ന ഡാമേജ് കാരണം റെയിൽവേ ട്രാക്കിൽ ഡാമേജ് ആവുകയും ട്രെയിൻ പോകുമ്പോൾ അത് ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഫോർമേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും താഴത്തെ ആ സബ്ഗ്രേഡ് പോർഷൻ ഇല്ലേ, അവിടെ ഇങ്ങനെ ഫോർമേഷൻ അങ്ങ് സഡൻ ഹീവിങ് എന്ന് വെച്ചാൽ കുന്നു കൂടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഷ്രിങ്കേജ്, വെള്ളം ഇല്ലാതെ ഇങ്ങനെ അതിങ്ങനെ എന്താ പറയുന്നത് ഷ്രിങ്കേജ് ആയി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ കാരണം ആക്സിഡന്റ് ഒക്കർ ചെയ്യുക. അതിലെ സഡൻ ഹീവിങ് എന്ന് പറയുന്നത് അവിടെ ഈ സോയിലിന്റെ പ്രോപ്പർട്ടീസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമായിരിക്കും. ഇനിയും ഷ്രിങ്കേജ് ഉണ്ടാകുന്നത് ആ ഒരു ഫോർമേഷന്റെ ബിയറിംഗ് സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കേസസും കാരണം ആക്സിഡന്റ് ഉണ്ടാകും. പക്ഷെ മേജർ കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ എലമെന്റ്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് റെയിൽവേ സ്റ്റാഫ് മെമ്പേഴ്സ്, ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ റെയിൽവേ സ്റ്റാഫ് മെമ്പേഴ്സ് അവിടെ ചെല്ലണം. പിന്നെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ അവിടെ ചെല്ലണം, കൺട്രോൾ ഓഫീസർ ചെല്ലണം. ഓക്കെ, അപ്പം മെയിനായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും. പിന്നെ ഫൈനൽ ആയിട്ടുള്ള കോർഡിനേഷൻസ് അല്ലെങ്കിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത് അവിടുത്തെ കൺട്രോൾ ഓഫീസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് റെയിൽവേ ആക്സിഡന്റ് എന്ന പോർഷനിൽ 4th മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പിയാണ് വെച്ചത്, കാര്യം PPT ആയിട്ടുള്ളത് കിട്ടുന്നില്ലായിരുന്നു.
അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഓരോന്നിലുള്ള മെയിൻ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. രാത്രി 11 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്താൽ മതി. മെയിൻ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഇത് എന്ന് പറയുന്നത് നമ്മളങ്ങനെ കാണാൻ പഠിക്കേണ്ട ഒന്നും അല്ലല്ലോ. ഇങ്ങനെ അത് ജസ്റ്റ് 3-4 പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലാക്കുന്ന കാര്യമല്ലേ നമ്മൾ എക്സാമിന് എഴുതാൻ പോകത്തുള്ളൂ. ഈ റെയിൽവേ ആക്സിഡന്റ് എന്നൊക്കെ പറയുന്നത് കാര്യം അത്രയേ ഉള്ളൂ. നമുക്ക് തന്നെ എഴുതാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ, പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് മാത്രം ലെക്ചർ നോട്ടിൽ എഴുതിയാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ.